നമസ്കാരം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കമ്പനി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയാവുന്ന രണ്ട് സാഹചര്യങ്ങളാണ് കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും. ഇവ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ജേണൽ എൻട്രീസ് എന്നും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് അലോട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൾസിന്റെയോ എമൗണ്ട് പേ ചെയ്യണം അല്ലെങ്കിൽ ഡ്യൂ ആയി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കത് പേ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിന്റെ വാല്യൂ, അവർ കൈവശം വെച്ചിരിക്കുന്ന ഷെയർസിന്റെ വാല്യൂ മുഴുവനായോ അല്ലെങ്കിൽ അതിന്റെ പകുതി ഭാഗമായിട്ടോ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടോ അവർക്ക് പേ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ആ എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് കോൾസിന്റെ എമൗണ്ട് പേ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നതിന് മുൻപേ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയർസിന്റെ വാല്യൂ കോൾ എമൗണ്ട് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അഡ്വാൻസ് എന്ന് പറയുന്നത് എമൗണ്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ടെന്ന് പറയാം. കാര്യം ഡ്യൂ ആയിട്ടില്ല അല്ലെ. കോൾസ് ഡ്യൂ ആകുന്നതിന് മുൻപേ തന്നെ അഡ്വാൻസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ കമ്പനിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഡ്യൂ ആകുന്നത് വരെയുള്ള സമയം വരെ അതൊരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണ് അല്ലെ. അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഡ്യൂ ആയതിനു ശേഷം അത് കമ്പനിക്ക് പേ ചെയ്തു എന്നുള്ള ട്രാൻസാക്ഷൻ ഒക്കെ എഴുതി പോകാം. അപ്പൊ അത് വരെ ഡ്യൂ ആകുന്നതിന് മുൻപേ വരെ അല്ലെങ്കിൽ ആ കോള് ചെയ്യുന്നതിന് മുൻപേ വരെ ആ എമൗണ്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതാണെന്ന് കരുതിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് കമ്പനിയുടെ അസറ്റ് ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് അല്ലെ. അത് ഡ്യൂ ആയിട്ടും തരാത്ത എമൗണ്ട് ആണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം എന്തായാലും അവർ തരണം, പക്ഷെ അവർ ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എമൗണ്ട് ആണ് ഡെപ്റ്റേഴ്സ്. അപ്പം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ അസറ്റ് ആണ് അല്ലെ. അപ്പം കോൾസ് ഇൻ അരിയേഴ്സും കമ്പനിയുടെ അസറ്റ് ആണ്. എന്നാൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈബിലിറ്റി ആണ്. എന്തുകൊണ്ടായിരിക്കും? നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഡ്യൂ ആകുന്നതിന് മുൻപേ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ എമൗണ്ട്, അതായത് കോൾ ഡ്യൂ ആകുന്നതിന് മുൻപേ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ എമൗണ്ട് കമ്പനിക്ക് പേ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എമൗണ്ട് നമ്മുടെ കൈവശമുണ്ട്, പക്ഷെ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുത്തില്ല, അതിനുള്ള സമയമായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ അല്ലേ, നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി ആണ് അത് ഒരു പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഡ്യൂ ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ അവർ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്യൂ ആകുന്നത് വരെ ആ ഒരു ലൈബിലിറ്റി ആയിട്ടാണ് അവിടെ ആ ഒരു എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണെന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഡെബിറ്റ് ബാലൻസ്? ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കമ്പനിക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്, കിട്ടാനുള്ളതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തന്നെ അത് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഡെപ്റ്റേഴ്സിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് ഏതാണ്? അസറ്റിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ലൈബിലിറ്റിക്ക് ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ടാണ് കോൾസ് ഇൻ അഡ്വാൻസിനും ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് കോൾസ് ഇൻ അരിയേഴ്സിൽ വരുന്ന ജേണൽ എൻട്രി ആണ്. അതായത് കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാകുമ്പോൾ വരുന്ന ജേണൽ എൻട്രി ആണ് പറയാൻ പോകുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അറ്റ് ടു പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സിനെ എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞിരുന്നു കോൾസ് ഇൻ അരിയേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വരുന്നതെന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞാണ്, ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. പർട്ടിക്കുലർ കോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റ് കോൾ ആകാം, സെക്കൻഡ് കോൾ ആകാം, തേർഡ് കോൾ ആകാം. ഏത് കോളിലാണോ ആ എമൗണ്ട് കിട്ടാതിരിക്കുന്നത് ആ കോളിലായിരിക്കും ഇനി ഷെയർ ഹോൾഡേഴ്സ് കോൾസ് ഇൻ അരിയേഴ്സിന്റെ എമൗണ്ട് പേ ചെയ്യുന്നു. ആ അരിയർ എമൗണ്ട് നമുക്ക് അതായത് കമ്പനിക്ക് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അതായത് എത്രയാണോ എമൗണ്ട് അരിയേഴ്സ് ആയിട്ട് വന്നത് അത് നമുക്ക് പേ ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക്, അതായത് കാശ് ഇങ്ങോട്ട് വന്നു, ഇവിടെ ബാങ്കായിട്ടുള്ള എൻട്രി എഴുതുന്നത്. ബാങ്ക് ബാലൻസ് കൂടി, അപ്പൊ ഡെബിറ്റ് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പം കോൾസ് ഇൻ അരിയേഴ്സിന് നമ്മൾ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് അല്ലെ. ഡെപ്റ്റർ പൈസ തന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുക?
അയാളെ പിന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോൾസ് ഇൻ അരിയേഴ്സിന് പിന്നെ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ദ ഗിവർ അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓർത്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് എമൗണ്ട് പേയ്മെന്റ് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന എൻട്രി. അടുത്തത് കോൾസ് ഇൻ അഡ്വാൻസിന്റെ ജേർണൽ എൻട്രീസ് ആണ്. അപ്പൊ ആദ്യം വരുന്നത് കാശ് കിട്ടിയ അല്ലെ, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് നമുക്ക് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യുന്നു. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ്. എന്തുകൊണ്ടാണ് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തത്? ക്യാഷ് ഇങ്ങോട്ട് വരുവാണല്ലേ. ഇപ്പൊ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ബാങ്കിന് ഡെബിറ്റ് ചെയ്തു ടു കോൾസ് ഇൻ അഡ്വാൻസ്. ഏത് വകയിലാണ് കിട്ടിയത്? കോൾസ് ഇൻ അഡ്വാൻസ് ആണല്ലേ അത്. ഇപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ എൻട്രി അതാണ്. ഇനി അടുത്തത് അഡ്വാൻസ് തന്നിരിക്കുന്ന ആ കോള് ഡ്യൂ ആയപ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ കോളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. ഇപ്പൊ കോൾസ് ഇൻ അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. കോൾ ഏത് കോളിലോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഡിസംബറിലുള്ള കോള് ചെയ്യാനായിട്ടാണ് കമ്പനി ഇരുന്നത്, പക്ഷെ അതിന് മുന്നേ ജനുവരിയിലെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തന്നു ഷെയർ ഹോൾഡർ. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിസംബറിൽ ആ കോള് ഡ്യൂ ആകുമ്പോഴത്തേക്കും വരുന്ന എൻട്രിയാണ് ഈ പറയുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് കോൾ ആകാം, സെക്കൻഡ് കോൾ ആകാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിൽ തരും, സെക്കൻഡ് കോളിന്റെ ആയിരിക്കും അല്ലെ ഫസ്റ്റ് കോളിന്റെ ആയിരിക്കും ഇത്ര ഷെയർസിന്റെ എമൗണ്ട് നേരത്തെ ഷെയർ ഹോൾഡർ തന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ കാണുന്നത്. അപ്പോൾ ഏത് കോളിലാണോ ആ കോളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഇൻകം ആണ്. എന്തുകൊണ്ടാണ്? കോൾസ് ഇൻ അരിയേഴ്സ് കമ്പനിക്ക് ഷെയർ ഹോൾഡർ തരേണ്ട എമൗണ്ട് ആണ് അല്ലെ. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിലോ അത് കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഇൻകം ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസോ അത് കമ്പനിയെ സംബന്ധിച്ചൊരു എക്സ്പെൻസ്. എന്തുകൊണ്ടാ? അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് കൈപ്പറ്റിയിരിക്കുന്ന ആരാ? കമ്പനിയാണ് അല്ലെ. കമ്പനിക്ക് ഷെയർ ഹോൾഡർ അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്തേക്കുക. അപ്പൊ അത് ഡ്യൂ ആകുന്നിടം വരെ കൈവശം വെക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റ് അല്ലെ, എത്രയോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കണം? കമ്പനി ഷെയർ ഹോൾഡറിന് കൊടുക്കാനുള്ളതാ. അപ്പം അത് കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആയിരിക്കില്ലേ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അതായത് എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുവാണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇൻട്രസ്റ്റ് കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുവാണ്. അപ്പൊ കമ്പനിയുടെ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ബാലൻസ്. ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ക്രെഡിറ്റ് ഓൾ ഇൻകം, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം എന്നല്ല പറയുന്നത്. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇപ്പൊ കോൾസ് ഇൻ അഡ്വാൻസിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴത്തേക്കും അത് കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം എക്സ്പെൻസ് എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ കാശ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, കാശ് അങ്ങോട്ട് പോകുമ്പം ഷെയർ ഹോൾഡറിന് കൊടുക്കുമ്പം ബാങ്ക് ബാലൻസ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അസറ്റ് ഡിക്രീസ് ആയി, അപ്പം ക്രെഡിറ്റ് ബാലൻസ് വന്നു. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് കോൾസ് ഇൻ അരിയേഴ്സും കോൾസ് ഇൻ അഡ്വാൻസും ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം കോൾസ് ഇൻ അരിയേഴ്സിനെ സംബന്ധിച്ച് അത് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കുന്നു. കോൾസ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈബിലിറ്റി ആണ്. അപ്പൊ അത് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കും. അപ്പം ഏത് ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്? അതർ കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിലാണ് കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നത്. ഇനി നമുക്കൊരു സംശയം തോന്നാം, കോൾസ് ഇൻ അരിയേഴ്സ് അസറ്റ് ആണെന്നാണ് പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നതെന്ന് ഒരു ഡൗട്ട് തോന്നിയേക്കാം. കോൾസ് ഇൻ അരിയേഴ്സ് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അപ്പൊ അത് ലൈബിലിറ്റി സൈഡിൽ വ്യക്തമായിട്ട് കാണിക്കണം എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന്. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്താന്നൊക്കെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാകാത്തവര് അത് പോയി കാണണം. അപ്പം വ്യക്തമായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ചിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്.